ഇന്ന് ഞാനിവിടെ സേമിയ കായ്പോളൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എണ്ണയൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അവ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഞാനിവിടെ എടുത്തിട്ട് വെച്ചിന്, പഴം കട്ടാക്കിയിട്ട് വെച്ചിന്, അതേപോലെ തന്നെ സേമിയയും എടുത്ത് വെച്ചിന്. ഇനി നമുക്കൊന്ന് റെഡിയാക്കിയാലോ. അപ്പം ഞാനിവിടെ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. ഇനി ഇതിലേക്ക് ബദാമും മുന്തിരി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി സെയിം പാനിലേക്ക് ഞാനിവിടെ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 പഴത്തിൻ്റെ കണക്കിൽ 1/4 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് സേമിയ എടുത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിന്. അപ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾക്ക് പാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതൽ വറ്റിച്ചെടുക്കേണ്ട, ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് മാറ്റാം. അതേപോലെ തന്നെ അതിൽ നല്ലോണം വറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കണം. അധികം പഴുക്കാത്തതോ അതേപോലെ തന്നെ പഴുത്ത് ഉടഞ്ഞതോ ആയ പഴം എടുക്കേണ്ട, ഒരു മീഡിയം പഴുപ്പ് വന്നിട്ടുള്ള പഴമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഒരു പരന്ന ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു രീതിയിലാക്കിയിട്ട് എടുക്കുക. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിന്. സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ സേമിയല്ലേ അത് ഇട്ട് കൊടുക്കുക. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുട്ടൻ്റെ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 5 ഏലക്ക, ഒരു പഴത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും നല്ലോണം പൊടിച്ചെടുക്കുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഒരു പഴത്തിന് 1 മുട്ട എന്ന കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ പഴമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ട എക്സ്ട്രാ എടുക്കണം. ഒരു മീഡിയത്തിലുള്ള പഴമാണ് ഞാൻ എടുത്തതുകൊണ്ടാണ് 1 മുട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായ ഒരു മുട്ടൻ്റെ മിക്സും പഴവും സേമിയയും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ഒരു മിക്സ് ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഹൈറ്റിലുള്ള സോസ് പാനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുണ്ടാവും. അതല്ലാതെ കുറച്ച് പരന്ന പാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാമ്പൂല അത് വെച്ച് കൊടുത്താൽ മതി. കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25-30 മിനിറ്റാണ്. അപ്പോൾ അതിനുള്ളിൽ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പോളോടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.